വയനാട് താമരശ്ശേരി ചുരത്തിൽ താൽക്കാലിക യാത്രാ നിരോധനം തുടരുമെന്നാണ് അറിയുന്നത്. ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഇന്ന് കയറ്റിവിടൂ. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും മണ്ണിടിയുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. സാനിയോ മനോമിയുണ്ട് ഇപ്പോൾ സ്ഥലത്ത് നിന്നും. സാനിയോ മനോമി, ഗുഡ് മോർണിംഗ്. സാനിയോ, ചുരത്തിൽ ഇപ്പോഴും മണ്ണിടിച്ചിലുണ്ടോ? എന്താ അവസ്ഥ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഇന്നലെ മണ്ണിടിഞ്ഞ സ്ഥലത്തിന് തൊട്ടിപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അതീവ അപകടകരമായ സാഹചര്യത്തിലാണ് കാര്യങ്ങളുള്ളത്. മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ പാറക്കെട്ടുകൾ താഴേക്ക് വന്ന് റോഡിൽ പതിച്ചു. നമ്മൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പാറക്കെട്ടുകൾ താഴേക്ക് വന്ന് പതിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വാഹനങ്ങളൊക്കെ വളരെ പതുക്കെ അവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. ഇതിലെ വാഹനങ്ങൾ കടത്തിവിടുന്നത് തന്നെ വലിയ അപകടമാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴാണ് റോഡിലേക്ക് ഇത്രയും മണ്ണും ഈ കല്ലും മുഴുവനായി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നേരത്തെ ഇത് തൽക്കാലത്തേക്ക് തുറന്നു കൊടുത്തതാണ്. പക്ഷേ ഇത് വീണ്ടും അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നോട്ട് കാണാനാവുന്നത്. കാരണം അതീവ വീണ്ടും ഒരു കാറിന്റെ മുകളിലേക്ക് വീണ്ടും മണ്ണും പാറക്കല്ലും ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യം തീരെയും നല്ലതല്ല എന്ന് തന്നെ വേണം പറയാൻ. മാത്രമാണ് സുരക്ഷിതമായി നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാറിയാൽ മതി. മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അതായത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അല്പം മാറിയാണുള്ളത്. വിഷ്വൽ സൂം ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്തുനിന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ അല്പം മാറിയാണ് നിൽക്കുന്നത്. പക്ഷേ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല നീരൊഴുക്ക് ഈ പ്രദേശത്തുണ്ട്. മാത്രവുമല്ല കല്ലും മണ്ണും വന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ പാറക്കല്ലുകൾ നല്ല ശബ്ദത്തോടു കൂടിയാണ് റോട്ടിലേക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നത് വലിയ അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പാറക്കല്ല് വരുന്ന സമയത്ത് ഒരു വാഹനം കടന്നുപോയതേ ഉള്ളൂ. അത്തരത്തിൽ ഈ പാറക്കല്ലുകളൊക്കെ വരുമ്പോൾ ഇവിടെ വാഹനമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് എന്നുള്ളതാണ്. അതേസമയം അതെ, 9ാം വളവിന്റെ വ്യൂ പോയിന്റ് തൊട്ട് താഴെയായിട്ടാണ്. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ 9ാം വളവ് കഴിഞ്ഞ് അവസാന വളവ് കഴിഞ്ഞ് വ്യൂ പോയിന്റ് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. നല്ല വളവിലാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അപകടം. കാരണം പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല മണ്ണിടിയുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയാൽ മാത്രമേ മണ്ണിടിയുന്നത് മനസ്സിലാവുകയുള്ളൂ. അത്തരത്തിലൊരു അപകടമാണ്. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ഒഴിച്ച് ബാക്കി വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യതയും ഇല്ല. ഒരു പക്ഷേ ഇന്ന് ഗതാഗതം അവിടെ തടയാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതായത് വാഹനങ്ങൾ ഇതേ അവസ്ഥയാണെങ്കിൽ അതെ, വാഹനങ്ങൾ തടയേണ്ട സാഹചര്യമുണ്ട്. മാത്രവുമല്ല അത് ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. ഇത്തരത്തിൽ മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ ഇല്ലാത്തൊരു പ്രതിഭാസമാണ് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരിക്കുന്നത്. അതായത് മഴയെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മണ്ണും കല്ലും ഇടിഞ്ഞു വരുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ. അപകടകരമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ചുരത്തിന്റെ അവിടെ താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ ആ ലക്കിടി വ്യൂ പോയിന്റിന് തൊട്ടു താഴെയുള്ള പരിസരത്ത് ഇപ്പോഴും മണ്ണിടിച്ചിട്ടുണ്ട്. ചെറിയ പാറക്കല്ലുകൾ വീഴുന്നത് നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില പാറക്കഷ്ണങ്ങൾ താഴേക്ക് വീണിട്ടുണ്ട്. ഇത് വാഹനം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് അപകടം ഒഴിവായി. ഒരുപക്ഷെ മഴ ഇങ്ങനെ പെയ്തു നിൽക്കുകയാണെങ്കിൽ നീരൊഴുക്കുണ്ടെങ്കിൽ അതുവഴിയുള്ള ഗതാഗതം ബുദ്ധിമുട്ടായിത്തീരും. ഇതുവരെയും ആർക്കും അപകടമുണ്ടായില്ല. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ആണ് നേരത്തെ അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ മണ്ണ് ഇടിഞ്ഞ് ഈ പാറക്കഷ്ണങ്ങൾ താഴേക്ക് വീണതും അവിടെ ഒരു വാഹനം കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായതും. ഭാഗ്യത്തിന് ആ വാഹനത്തിന് മുകളിൽ വീണില്ല. മാത്രമല്ല വലിയ വളവാണ്. ആ വളവ് കഴിഞ്ഞു വരുന്ന സമയത്ത് ആളുകൾക്കത് കാണാനും കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള സംരക്ഷണം ഒരുക്കുക, അവിടെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ഏർപ്പാടാക്കണം. കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ, താങ്ക് യു സാനിയോ, അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അനാവശ്യമായി ചുരം വഴിയുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുക, മറ്റുപാതകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഴ പെയ്തു നിൽക്കുന്ന സാഹചര്യത്തിൽ, മഴയൊന്ന് തോന്നു കഴിഞ്ഞിട്ടാവാം അതുവഴിയുള്ള കൂടുതൽ യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജില്ലാ കളക്ടറോട് നമ്മളിപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചുരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ടായി, പ്രത്യേകം ശ്രദ്ധിക്കുക.